കൊല്ലം ജില്ലക്കാരുടെ സ്വന്തം മൂന്നാർ, അതാണ് അമ്പനാട്. തെമ്മലയ്ക്കടുത്ത് തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് അമ്പനാട് എന്ന് പറയുന്നത്. ഇവിടത്തേക്കുള്ള യാത്ര എന്ന് പറയുന്ന കഴുതുരുട്ടിയിൽ നിന്ന് ഇടത്തേക്കാണ് പോകാനുള്ളത്. കൈതച്ചക്കകൾ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിലൂടെയൊക്കെ യാത്ര വളരെ മനോഹരമായിട്ടുള്ളതാണ്. നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 500 രൂപയുടെ പ്രവേശന പാസ് ഇവിടെ കയറാനായിട്ട് എടുക്കണം. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ആനച്ചാടി എന്ന് പറയുന്ന മനോഹരമായ സ്ഥലവും. ഞങ്ങൾ കാലം തെറ്റിയാണ് ഇവിടെ പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നല്ല മഞ്ഞുള്ള സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിന് വീണ്ടും അഴക് കൂടും എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മളൊരു ഉച്ച കഴിഞ്ഞ സമയത്താണ് ഇവിടെ എത്തിയത്. ഇവിടുത്തെ കാറ്റിന് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ മഞ്ഞ് വരുന്നില്ല. ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്ന ജഗതിച്ചേട്ടൻ്റെ ഡയലോഗ് പോലെ ഇവിടെ ഞങ്ങൾ പോയപ്പോൾ മഞ്ഞൊന്നും വന്നില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. തേയിലക്കാടുകൾക്കിടയിൽ നിന്നപ്പോൾ തന്നെ ഞാൻ പവിത്രയ്ക്ക് തേയില എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുത്തു. ഞാനീ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം എത്രത്തോളം സത്യമാണ് എന്ന് എനിക്ക് പോലും ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ വാചാലനായിക്കൊണ്ടിരിക്കുന്നു. അവളെ പറ്റിക്കാൻ ഇതൊക്കെ മതിയല്ലോ. അടിക്കടിക്ക് നട്ടിരിക്കുന്ന ഈ തേയിലകൾക്കിടയിൽ നിന്ന് നമുക്ക് ധാരാളം ഫോട്ടോകൾ എടുക്കാം. കൊല്ലം ജില്ലയിൽ പ്രകൃതിയുടെ ഇത്രയും മനോഹരമായ ഫ്രെയിമുകൾ കിട്ടുന്ന മറ്റൊരു ഡെസ്റ്റിനേഷൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കല്യാണ ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്ന കല്യാണ പാർട്ടികൾക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് പൊയ്ക്കോളി. പിന്നെ ഈ തേയിലക്കാടുകൾക്കിടയിൽ തന്നെ അങ്ങിങ്ങായിട്ട് കൊച്ചു കൊച്ചു പാറകൾ കാണാം. ആ പാറകളിലൊക്കെ പോയി നമുക്ക് കയറിയിരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ തന്നെ ഇവരുടെ തേയില ഫാക്ടറി ഉണ്ട്. തേയില ഫാക്ടറിയിലേക്ക് കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇത് നമുക്ക് അമ്പനാട് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന പാറയുടെ മുകളിൽ നിന്ന്, ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തിൻ്റെ മുകളിൽ നിന്ന് ഉള്ള വ്യൂ ആണ്. മഞ്ഞുള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ രസമാണ്. നമ്മൾ റീലിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന സമയം ശരിയല്ലാത്തത് കൊണ്ട് മഞ്ഞില്ലായിരുന്നു. അന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് അരുവിയൊക്കെ കാണാൻ പറ്റും. പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ളതാണ് ഈ യാത്ര എന്ന് പറയുന്നത്. റോഡ് മോശമായിരുന്നതിനാൽ കുറച്ചുകൂടെ പോയതിനു ശേഷം നമ്മൾ തിരികെ വരികയാണ് ചെയ്തത്. അമ്പനാട് തീർച്ചയായിട്ടും നമുക്ക് മഞ്ഞുള്ളൊരു സമയത്ത് പോയി വൺ ഡേ എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അതിനുശേഷം നമ്മൾ തിരികെ പോവുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആനച്ചാടിയിലേക്കാണ്. ആനച്ചാടിയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ.